ഭാഗം ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ, ടി ഷേപ്പ് അല്ലേ. അപ്പോൾ ഈ ഒരു ടി ഷേപ്പിന്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഷേപ്പിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് വളരെ സിമ്പിളാണ്, നോക്കാം. ബൗണ്ടറീസ് ഏതൊക്കെ മെഷർമെന്റ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കണം. ഏതൊക്കെ ബൗണ്ടറീസ് ആണ്, എവിടേക്കാണ് ബൗണ്ടറീസ് വരുന്നത് നോക്കാം. അതിൽ ഏതൊക്കെ മെഷർമെന്റ് നമുക്ക് അറിയാം, ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ളതൊക്കെ ജസ്റ്റ് നോക്കാം. നോക്കൂ, ഈ ഒരു കേസിൽ നമുക്കറിയാം ഈ ഇത് മുതൽ ഇതുവരെ 5 cm ആണ്, 5 cm ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് മൊത്തം എത്രയാണ്, 5 cm ആണ് അല്ലേ ടോട്ടൽ. ഇത് മൊത്തം 5 cm ആണ്. അതിലൊരു ചെറിയൊരു പോർഷൻ അവർ തന്നിട്ടുണ്ട് 1 cm എന്ന്. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവിടെ 1 cm എന്ന് കിട്ടി. ഓക്കെ, 1 cm ആയിട്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം എത്രയാണ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കളർ മാറ്റി തരാം മനസ്സിലാവും. ഇത് മൊത്തം എത്രയാണ് അവർ പറഞ്ഞിട്ടുണ്ട്, യെസ് 5 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു 1 cm പോയി, ബാക്കി ഇവിടെ മുതൽ ഇതുവരെ. അപ്പോൾ എത്ര വരിക, 5 നിന്ന് 5 മൈനസ് 1 ഓൾറെഡി 5 നിന്ന് പോയി. അപ്പോൾ 1 മൈനസ് ചെയ്ത് കളഞ്ഞു, ആൻസർ 4 അല്ലേ, 4. അപ്പോൾ ഇവിടെ 4 cm ആണ്, 4 cm ആയി. അപ്പോൾ ഇവിടെ 4 cm ആണെങ്കിൽ ഇവിടെയും എന്തെങ്കിലും ആയിരിക്കും, 4 cm ആണ്. ജസ്റ്റ് പിക്ചർ ഒന്നും കൂടി ഞാൻ വരച്ചു തരാം, നോ പ്രോബ്ലം. ജസ്റ്റ് നോക്കൂ, നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 cm ആണെന്ന്. ഇവിടെയും എന്ത് കിട്ടി, 4 cm ആയിട്ട് കിട്ടി. ഇവിടെ 1 cm കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതുമാണ്. അത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഈ ഒരു ഭാഗം അവർ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ കളറിന് ജസ്റ്റ് മാറ്റുന്നുണ്ട്. ഇത് എത്രയാണെന്നുള്ള അവർ പറഞ്ഞിട്ടുണ്ട്, 1 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ബോട്ടം എത്രയാണ്, 1 cm ആണ്. അപ്പോൾ അവിടെയും എന്തെങ്കിലും 1 cm ആണ്. ഇനി ഇവിടേക്ക് ഇങ്ങോട്ടും ടി ആണല്ലോ എഴുതുന്നത്, സെയിം ആയിരിക്കും അല്ലെ. അപ്പോൾ മൊത്തം ടോട്ടൽ എത്രയാണെന്ന് നമുക്കറിയാം, 5 ആണ്. അതിൽ 1 മൈനസ് ചെയ്യാം, 1 എന്ത് ചെയ്യുക, മൈനസ് ചെയ്തു. അപ്പോൾ 4 ആ കിട്ടുക. 5 നിന്ന് 1 മൈനസ് ചെയ്താൽ 4 കിട്ടും അല്ലെ. 5 നിന്ന് 1 മൈനസ് ചെയ്താൽ 4 ആണ് കിട്ടുക അല്ലെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പൊ അങ്ങനെ 4 കിട്ടി. ആ 4നെ 2 പേർക്കും എന്ത് ചെയ്താൽ മതി, ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ മതി. ഇത് 2 ഇത് 2 അങ്ങനെയല്ല, എല്ലാം കിട്ടി നമുക്ക് അല്ലെ. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഇതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് കൂട്ടിയാൽ മതി അല്ലെ. ചുറ്റുള്ള അളവിനല്ലേ പെരിമീറ്റർ നമ്മൾ പറയാ, യെസ് എല്ലാം കൂടി കൂട്ടാം. അപ്പൊ എന്താ വരിക, ഇവിടെ നമുക്കറിയാം മെഷർമെന്റ് 5 ഉണ്ട്. ഏതൊക്കെ മെഷർമെന്റ് ഉണ്ട്, ജസ്റ്റ് കളർ ഒന്ന് മാറ്റുന്നുണ്ട്. ഏതൊക്കെ മെഷർമെന്റ് ഉണ്ട്, 5 ഉണ്ട്, 1 ഉണ്ട് കേട്ടോ. 5 1 എഴുതി, 5 എഴുതി, 1 എഴുതി. പിന്നെ 2 ഉണ്ട്, 2 ഞാനിത് ഇവിടെ എഴുതിക്കണേ. പിന്നെ 4 ഉണ്ട്, 4 എഴുതി. പിന്നെ 1 ഉണ്ട്, 1 ഉണ്ട്, 4 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ 1 ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ്. ഇനി ഇതൊക്കെ പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 20 ആണ് കേട്ടോ. എത്രയാണ്, 20. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെരിമീറ്റർ കണ്ടുപിടിക്കുക കേട്ടോ. ടി ഷേപ്പിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ.